മെറ്റ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പ്രിൻസിപ്പിൾസ് ഇൻ പേരൻറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിലെ 9 കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ 2 എപ്പിസോഡിൽ നിങ്ങൾ നോക്കിയിട്ടത് നിങ്ങൾ പഠിക്കുക. 10ാമത് പറയാനായിട്ടുള്ളത് ലവിങ് ചിൽഡ്രൻ, അൺകണ്ടീഷണൽ ലവ്, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചാണ്, കൂടുതൽ സമയം കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിലും പേരൻസ് വീട്ടിലില്ല എന്നുള്ള ഇന്നത്തെ സാഹചര്യമാണ്. ഈ പേരൻസ് വീട്ടിലില്ലാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കൊച്ചുങ്ങൾ എന്ന് വെച്ചാൽ 4-5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പല വീട്ടുകളിലും TV-യിൽ കാർട്ടൂൺ കാണും. കൊച്ചുങ്ങൾക്ക് കിട്ടുന്ന ആക്സസിബിളായിട്ടുള്ള കാര്യമാണ്. എന്നാൽ എല്ലാവർക്കും മൊബൈൽ കാണത്തില്ല. 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴായിരിക്കാം. അതിന് മുമ്പും മൊബൈലൊക്കെ ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വേറെ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുകയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് വേറൊരു രീതിയിലങ്ങായി പോവാണ്. അതേസമയം പേരൻസ് ഭവനത്തിലുണ്ട്. പേരൻസുമായിട്ട് സന്തോഷിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ ഭവനത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്ക് സമയമുണ്ടാകാതെ. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവരുടെ പ്രൊഫഷനേക്കാളും കൂടുതൽ പ്രയോറിറ്റി അവരുടെ ഫാമിലിയിലും അവരുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ആണെങ്കിൽ. വൈഫ് വർക്കിംഗ് അല്ല, വീട്ടിലുണ്ടെങ്കിൽ അവർ വരുന്ന സമയത്ത് അവരെ കാറ്റർ ചെയ്യാനായിട്ട് സാധ്യമാവും. അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരിയായിരിക്കും നോക്കുന്നത്. അവർ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. അവർ വരുമ്പോൾ അവർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ ചായയോ ബാക്കിയുള്ളതൊക്കെ കൊടുത്തെങ്കിലും ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാകത്തില്ല. അത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിന് സാധ്യതയായിത്തീരും. മിസ്ബിഹേവിയർ ഉണ്ടാവും, കുറവുകളുണ്ടാവും, തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടാവും. അതുകൊണ്ട് ടൈം വിത്ത് ചിൽഡ്രൻ അത് ഏറ്റവും പ്രധാനമാണ്. അതുമാത്രമല്ല, അത് പ്രോഫിറ്റബിളായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങളുമായിട്ട് കൊടുക്കേണ്ട ആവശ്യമാണ്. സാധാരണ കാണുന്നത് എന്താ, വീക്കിലി കുഞ്ഞുങ്ങളുമായിട്ടൊരു ഔട്ട് പോകും, അതാണ് സാധാരണ കാണുന്നത്. അങ്ങനെയല്ല, അവരുടെ ഒരു ഫ്രണ്ടായിട്ട് തീരുക. മാതാവും പിതാവും അവിടെ ഒരു ഫ്രണ്ടായിട്ട് തീരുക. സ്കൂളിലുള്ള കാര്യം, കോളേജിലുള്ള കാര്യം മറക്കാതെ എല്ലാം ഡിസ്കഷൻ പോയിന്റിൽ വരിക. ഒരു ട്രാൻസ്പെറൻസി ഇൻ ഡിസ്കഷൻ വരിക. അങ്ങനെ വരുമ്പോഴേ എന്തൊക്കെ വരും അതിനകത്ത്? ആ ഡിസ്കഷൻ വരുമ്പോഴേ അന്ന് ആരുമായിട്ടൊക്കെ ഡീൽ ചെയ്തു, ആരുമായിട്ടൊക്കെ സംസാരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും പയ്യന്മാർ ടീനേജിലാണെങ്കിൽ ചില ലവ് റിലേഷൻഷിപ്പിനുള്ള ഇനിഷ്യേഷൻ വന്നു, അല്ലെങ്കിൽ അത് എല്ലാം പറയത്തക്ക ഒരു ഫ്രണ്ട്ഷിപ്പ്. ആ രീതിയിൽ എൻ്റെ കോളേജ് ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ എൻ്റെ മക്കളോടൊപ്പം എനിക്ക് സഹകരിക്കാൻ പറ്റിയാൽ ദേ ഫീൽ എ കോൺഫിഡൻസ്. ഞാൻ എൻ്റെ അപ്പനോടോ അമ്മയോടോ പറഞ്ഞാൽ എനിക്ക് യാതൊന്നും സംഭവിക്കുകയില്ല, എനിക്കതിനൊരു കോൺഫിഡൻസ് ലെവൽ കൂടുതലാണ്. അങ്ങനെ പറയുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേരൻസ് ആണെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം തുറന്നു പറയും. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് വേണ്ടാത്ത കാര്യം പറയുകയോ ദോഷം സംസാരിക്കുകയോ ശപിക്കുകയോ ചെയ്യരുത്. കാരണം അത് കുഞ്ഞുങ്ങൾ കേട്ട് പഠിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ അവരങ്ങനെ ആയിരുന്നു, അവർ മോശമായിരുന്നു, അതൊന്നും ഒരിക്കലും തന്നെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് പറയരുത്. അതുമാത്രമല്ല, മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് മക്കൾ കാണണം. ഉണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നതും കാണണം. ഇന്ന് കേരളത്തിലൊക്കെ അനേകം മാതാപിതാക്കൾ ഇന്ന് ഓൾഡ് ഏജ് ഹോമുകളിലാണ്. പേരൻസിനെ നോക്കാനായിട്ട് ആളില്ല. അവർ പിള്ളേരൊക്കെ വിദേശത്തുമൊക്കെയാണ്. അവർ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓൾഡ് ഏജ് ഹോമിലൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അവർ 2-3 വർഷം കൂടുമ്പോഴേ വന്നവരെ കാണും. അതുവരെ ഒരു ഓൾഡ് ഏജ് ഹോമിലൊക്കെയാണ്. ഒരു രീതിയിൽ നല്ലതാണെങ്കിലും ശരിക്കും മാതാപിതാക്കൾ മിസ് ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളുടെ സ്നേഹം അവിടെ മിസ് ചെയ്യുകയാണ്. അവരെ ഒന്ന് കെയർ ചെയ്യാനോ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ അവരെ ഒന്ന് സംരക്ഷിക്കാനോ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇന്നത്തെ പ്രസൻറ്റ് കേരളത്തിലുള്ള സിറ്റുവേഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അത് ഓൾഡ് ഏജ് ഹോമിൻ്റെ ഒരു ബിസിനസ് തന്നെയുണ്ട്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ സ്നേഹത്തോട് ചേർത്തുള്ളതാണ് ഡിസിപ്ലിനിങ്. നേരത്തെ പറഞ്ഞ് പിള്ളേർ പേരൻസിനെ ഇമിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തെറ്റുകളാണ് കുഞ്ഞുങ്ങൾ റെപ്ലിക്കയായിട്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളതിനാൽ നമ്മൾ സൂക്ഷ്മതയോട് ജീവിക്കാനായിട്ട് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ ഡിസിപ്ലിനിങ്ങിൻ്റെ കാര്യം പറയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് തുറന്നിരുന്നതിന് 3 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് മറ്റുള്ള കുട്ടികളിൽ മുമ്പ് വെച്ച് പറയുകയാണ്, ഞാൻ നിനക്ക് ലഞ്ച് തരികയില്ല, അല്ലെങ്കിൽ ഡിന്നർ തരികയില്ല. എന്നിട്ട് ആ കുട്ടി വരുമ്പം അതിന് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ എഫക്റ്റീവ് ഡിസിപ്ലിനിങ്ങോ പണിഷ്മെൻറ്റോ അവിടെ നടക്കുന്നില്ല. കാര്യം അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ആണെങ്കിൽ അതിനെ പണിഷ് ചെയ്യണം, എങ്കിലേ അത് എഫക്റ്റീവ് ആവുള്ളൂ. ഒരു കാര്യം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് പറയരുത്. എന്നാൽ കുട്ടിക്ക് കിട്ടുന്നൊരു ആനുകൂല്യം തൽക്കാലത്തേക്ക് കൊടുക്കാതിരുന്നാൽ അതൊരു എഫക്റ്റീവ് പണിഷ്മെൻ്റാണ്. ഒരു ആനുകൂല്യം ഒരു കുട്ടിക്ക് കിട്ടുന്നു, ആനുകൂല്യം എന്ന് ഉദ്ദേശിച്ച് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നേരം മീൽസ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കരുത്. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ ഈവനിങ് ടീ നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് കൊടുക്കരുത്, കൊടുക്കാൻ പാടില്ല. അത് ഈ പണിഷ്മെൻ്റൊക്കെ തന്നെ ഡിസിപ്ലിനിങ്ങിനകത്ത് പണിഷ്മെൻറ്റ് മാത്രമല്ല ഉള്ളത്. ഡിസിപ്ലിനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പണിഷ്മെൻറ്റ് മാത്രമല്ല ഉള്ളത്. ഈ ഡിസിപ്ലിനിങ്ങിനകത്ത് റിവാർഡ്സും കൂടിയുണ്ട്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ കൈയടിക്കുകയോ അതിനെ എൻകറേജ് ചെയ്യുകയോ റിവാർഡ് ചെയ്യുകയോ ചെയ്യുന്നതും ഡിസിപ്ലിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. സോ എൻകറേജ്മെൻറ്റ് വിൽ ഗെറ്റ് മോട്ടിവേഷൻ ഫോർ എക്സലൻസ്. അന്നേരം കുറച്ചുകൂടെ ബെറ്റർ ആവാൻ, കുറേ കൂടെ നല്ലതാവാൻ അതിനെ എൻകറേജ് കൊണ്ട് അതും ഡിസിപ്ലിനിങ്ങിനകത്ത് വരുന്നതാണ്. ഏതെങ്കിലും ഒരു നല്ല സ്വഭാവം ആ കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ അത് എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ ആ കുട്ടി ഏതെങ്കിലും മോശ ട്രൈറ്റ് ക്യാരക്ടർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്കറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പണിഷ് ചെയ്യുകയോ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു ആങ്കറിലല്ല ചെയ്യേണ്ടത്, ഒരിക്കലും ആങ്കറിൽ ചെയ്യരുത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൈ കൊണ്ടൊന്നും മാടി അടിക്കരുത്. നിങ്ങളുടെ കൈയുടെ തരിപ്പ് തീർക്കാനുള്ളൊരു സാധനമൊന്നും അല്ല, ആ രീതിയിലൊന്നും ചെയ്യരുത്, അങ്ങനെ സ്ലാപ്പ് ചെയ്യരുത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് മാത്രമല്ല, പോസിറ്റീവായിട്ടുള്ള റിവാർഡും കൊടുക്കുന്നതാണ് ഡിസിപ്ലിനിങ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വേറൊരു കാര്യം പ്രത്യേകിച്ച് പേരൻസ് ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും കാര്യങ്ങളാണ്. ആബ്സല്യൂട്ട് ട്രൂത്ത്. ഇതെല്ലാം ഡിസിപ്ലിനിങ് സ്നേഹിക്കുന്നതിനകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആബ്സല്യൂട്ട് ട്രൂത്ത് ഒരിക്കലും ഡൈവേർട്ട് ചെയ്യരുത്. എന്തെങ്കിലും സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരു ആബ്സല്യൂട്ട് ട്രൂത്തിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യരുത്. മോഷ്ടിക്കുന്നത് ഏത് സാഹചര്യത്തിലും മോഷണമാണ്. വിശന്നുകൊണ്ട് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആ മോഷണത്തെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പാടില്ല. വിശന്നാലും വിശന്നില്ലേലും മോഷണമാണ്. അതുകൊണ്ട് സർക്കംസ്റ്റൻസ് അനുസരിച്ച് ട്രൂത്ത്, സത്യം മാറും എന്ന് പഠിപ്പിച്ചാൽ അത് ആ കുഞ്ഞിനെ കൺഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ഒരു ഡ്യുവൽ ക്യാരക്ടർ, ഒരു ഇരട്ട സ്വഭാവം, ഒരു ഹിപ്പോക്രിറ്റിക് ആയിട്ടൊരു സ്വഭാവം ആ കുഞ്ഞിനകത്ത് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ദൈവവചനപ്രകാരം ഉള്ള തീരുമാനങ്ങൾ, ആ സ്റ്റാൻഡേർഡിൽ നിന്നായിരിക്കണം തീരുമാനങ്ങളെല്ലാം വരേണ്ടത്. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക, കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുന്നതിനകത്ത് ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഡിസിപ്ലിനിങ് ചെയ്യുന്നത് അവരുടെ ബെറ്റർമെൻറ്റിനാണ്, അവരെ നശിപ്പിച്ച് കളവാനല്ല. അതുകൊണ്ട് ഓൾവേസ് ദർ ഷുഡ് ബി എ ലവ് ഫാക്ടർ ഓഫ് എൻകറേജ്മെൻറ്റ്. സ്നേഹത്തിൻ്റെ ഒരു ലവ് ഫാക്ടർ അതിനകത്ത് എപ്പോഴും ഉണ്ടാവണം. ഏതെങ്കിലും രീതിയിൽ കുഞ്ഞിനെ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്ത് കുഞ്ഞ് കരയുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ സമയത്ത് അവനെ പോയി അല്ലെങ്കിൽ അവളെ പോയി തട്ടി തലോടി, നീ ഇത് ചെയ്തതല്ലേ, അതുകൊണ്ടല്ലേ, നീ അത് മനസ്സിലാക്കുക, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ദൈവവചനത്തിൽ ഇതല്ലേ പറയുന്നത്,
നമുക്ക് ദൈവം ഇതല്ലേ ശിക്ഷ തരുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ കുഞ്ഞുങ്ങൾ നമ്മുടെ ആ ലൈഫ് സ്റ്റൈലിലോട്ട് ആ ഒരു തിങ്കിങ് പാറ്റേണിലേക്ക് കടന്നു വരാനായിട്ടിട വരും. അതെപ്പോഴും ഓർക്കുക. ഇതുപോലെ തന്നെയുള്ളതാണ് ബിഹേവിയറൽ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുന്നത്. ബിഹേവിയറൽ പ്രോബ്ലംസ് പ്രത്യേകിച്ച് സ്റ്റബോൺനെസ്, ശാഠ്യം, അതുപോലെ ടെമ്പർമെൻറ്റ്സ്, പെട്ടെന്ന് കോപിക്കുന്ന കാര്യങ്ങൾ, അവനവൻ്റെ ആവശ്യങ്ങൾ നടത്തിയെടുത്തില്ലെങ്കിൽ, ചില കുട്ടികൾ അങ്ങനെയാണ്, അവന് ചില നിർബന്ധങ്ങളുണ്ട്, അത് നടത്തിയെടുത്തില്ലെങ്കിൽ കാലുകൊണ്ട് തൊഴിക്കുക, സാധനങ്ങൾ പൊട്ടിക്കുക, തറയിൽ കിടന്ന് ഉരുളുക, മുറിയിൽ കയറി കതവടച്ചിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണ കുട്ടികളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്, എങ്ങനെയാണ് വരുന്നത്? ഇത് നമ്മൾ ചെറുപ്പം മുതലേ ഇതിന് ഈൽഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത്. എന്തെങ്കിലും ഒരു കാര്യം കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുമ്പോഴേ അത് ആവശ്യമുള്ളതാണോ എന്ന് മനസ്സിലാക്കാതെ അത് നമ്മൾ മീറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എല്ലാ നിർബന്ധത്തിനും വഴങ്ങുന്നത് കൊണ്ടാണ് നിർബന്ധത്തിൻ്റെ ഗ്രേഡ് കൂടിക്കൂടി വരുന്നത്. പിന്നെ അത് അച്ചീവ് ചെയ്യാതെ വരുമ്പോൾ ഏതറ്റം വരെയും പോകാനായിട്ട് ആ കൊച്ചിൻ്റെ മനസ്സ് ചേഞ്ച് ആവും. വളർന്നു വരുന്നതനുസരിച്ച് സ്റ്റബോൺനെസ് കൂടി വരും. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കൊച്ച് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ പ്രകടിപ്പിച്ചാൽ, എക്സ്റ്റേണലായിട്ടുള്ള ഇത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിട്ടൊരിക്കൽ പേരൻസ് പോയി സോറി പറഞ്ഞിട്ട് അത് ഈൽഡ് ചെയ്ത് കൊടുക്കുമെന്ന് കുഞ്ഞിനറിയാവുന്നതുകൊണ്ടാണ് പിന്നെയും ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് വീണ്ടും കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ നിർത്താതെ കരയും. അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അന്നേരം അവന് നല്ലതെന്താണ് മോശം എന്താണെന്ന് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ടാണ് അവനങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അവന് നല്ലതെന്താണ് ചീത്ത എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കൊച്ചുകുട്ടി കത്തി ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? ഇല്ല. അവന് കളിക്കാനാണ് ചോദിക്കുന്നത്. ആ കത്തി അവന് അറിയത്തില്ല എന്താണെന്ന്. അതുകൊണ്ട് അത് ചെന്നാൽ അവൻ്റെ കൈ മുറിയും എന്ന് മനസ്സിലാക്കി നിങ്ങൾ കൊടുക്കുകയില്ല. അതുകൊണ്ട് അവൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ വേണം അവരെ ആ ഡിമാൻഡുകൾ മീറ്റ് ചെയ്യാനും അതുപോലെ ചെറുപ്പത്തിലെ ട്രെയിൻ ചെയ്യാനും. ഇല്ലെങ്കിൽ വളർന്നു വരുന്തോറും ഇത് പ്രശ്നം കുറേ കൂടെ ഗുരുതരമായി വരും. അതിന് പരിഹാരം ഉണ്ടാവാനായിട്ട് പറ്റുകയില്ല. ചെറുപ്പത്തിലേ തന്നെ അത് അഡ്രസ്സ് ചെയ്യണം. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും കൊടുക്കുക എന്നുള്ളതല്ല, അവൻ്റെ നീഡ് മനസ്സിലാക്കി അത് ചെയ്യാം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലല്ലേ, നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുപോലെ കിട്ടുമോ? കർത്താവേ എനിക്ക് ലോട്ടറി അടിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമോ? എനിക്കറിയത്തില്ല. അങ്ങനെ കിട്ടിയിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നീഡ് എന്താണ് എന്ന് മനസ്സിലാക്കി അതാണ് ദൈവം തരിക. അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ഒരു കാര്യം കൂടി അഡ്രസ്സ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഇതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. അതെന്ന് വെച്ചാൽ മൊബൈൽ അഡിക്ഷനാണ്. കുഞ്ഞുങ്ങളിലുള്ള മൊബൈൽ അഡിക്ഷനാണ്. ഇത് ഒരു എപ്പിസോഡിൽ തീർന്നില്ലെങ്കിൽ ഞാൻ തുടരുമാനായിട്ട് അടുത്ത എപ്പിസോഡിൽ പറയും. മൊബൈൽ അഡിക്ഷൻ, സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കരുത്. ദയവായിട്ട് പേരൻസ് കേൾക്കുക. നിങ്ങൾക്ക് കുഞ്ഞിനോട് സ്നേഹം ഉണ്ടെങ്കിൽ മൊബൈൽ കൊടുക്കരുത്. ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, 1 വയസ്സ് പോലും പ്രായമില്ലാത്ത കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലും നിലവിളിയും കഴിയുമ്പോൾ പേരൻസ് മൊബൈൽ ഓൺ ചെയ്ത് കൊച്ചുങ്ങളെ കാണിക്കും. കൊച്ചുങ്ങൾ ഈ മൂവ് ചെയ്യുന്ന സാധനങ്ങളും അതിൽ അനങ്ങുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നോക്കിയിരുന്ന് കൊച്ചുങ്ങളെ കരച്ചിലങ്ങ് പോകും. പിന്നെ ഇത് കണ്ടെങ്കിലേ പറ്റുള്ളൂ, കൊച്ചുങ്ങൾ കണ്ടെങ്കിലേ പറ്റുള്ളൂ. ഏകദേശം 1 വയസ്സിലെ മൊബൈൽ അഡിക്ഷൻ വരുന്ന കുഞ്ഞുങ്ങൾ, കാണാൻ കൊള്ളുന്ന കുഞ്ഞുങ്ങൾ, പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് അങ്ങ് അഡിക്റ്റഡ് ആയിപ്പോവും. ഈ പ്രത്യേകിച്ച് പേരൻസൊക്കെ വിദേശത്ത് ദൂരസ്ഥലത്തൊക്കെ ആകുമ്പോൾ മൊബൈൽ വീഡിയോ കോളുകൾ വയ്ക്കാറുണ്ട്. അത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയൊക്കെയാണ്. ഇത് ചിലപ്പം 1 മണിക്കൂറും ഒക്കെ നീണ്ടുപോകും. ഈ സമയത്ത് കുഞ്ഞ് മൊബൈൽ ഫോണിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഇതിങ്ങനെ കണ്ട് കുഞ്ഞുങ്ങൾ മൊബൈലിനെ അഡിക്ഷനായി മാറ്റും. ഇത് അതിൽ നിന്ന് മാറാനായിട്ട് പറ്റുകയില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴെന്താണ്, അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. മൊബൈലിൽ ഏത് 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എന്ത് വേണമെങ്കിലും കണ്ടുപിടിച്ച് തരും. ഇങ്ങനെ പോയാൽ ഒരു 10 വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല.
ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ടൈം വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ബന്ധം, അതിന് പിന്നാലെ സകല പൈശാചിക മേഖലയും അവർക്ക് ഓപ്പണായിട്ട് വരും. ഇന്ന് ഏറ്റവും കൂടുതൽ പിശാചിൻ്റെ അറ്റാക്ക് ഇന്നത്തെ തലമുറയിൽ വന്നിരിക്കുന്നത് ഈ മൊബൈൽ ഫോണിൽ കൂടെയാണ്. നിങ്ങൾക്കറിയാം 2000 ആണ് ഏകദേശം ഈ മൊബൈൽ ഫോൺ വരാനായിട്ട് തുടങ്ങി. 2007 തൊട്ട് ഇത് സർവ്വവ്യാപകമായി. കഴിഞ്ഞ 18 വർഷമായിട്ട് മൊബൈൽ ഫോൺ എക്സ്റ്റൻസ്ലി യൂസ്ഡായി. ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ ഇപ്പോൾ ഒന്നും നടക്കുകയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലെ മൊബൈൽ ഫോണായി. അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ, റേഡിയേഷൻ വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസറുകൾ വരുന്നുണ്ട്, ഓർമ്മശക്തികൾ നഷ്ടപ്പെട്ടു പോയി, പല കാര്യങ്ങളും മൊബൈൽ നമ്പറൊക്കെ ഓർത്ത് വെച്ചിരുന്നത് ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ല, എല്ലാം മൊബൈലിനകത്ത് സേവ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് മൊബൈലിനകത്ത് റൈറ്റിംഗ് പാഡിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി. ഇനി എന്തൊക്കെ വരുന്നു എന്ന് പറയാൻ അറിയത്തില്ല. ഞാൻ പണ്ടൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം വരുമ്പോൾ മൊബൈലിൽ കൂടിയായിരിക്കും അവൻ ആൻറ്റി ക്രൈസ്റ്റിനെ വർഷിപ്പ് ചെയ്യാത്തവരെ കൊല്ലുന്നതെന്ന് പറഞ്ഞു. പേജർ ഒരു എക്സാമ്പിളാണ്. പേജറിൽ കൂടി ഇസ്രായേൽ അനേകം ആളുകളെ കൊന്നതുപോലെ ആൻറ്റി ക്രൈസ്റ്റിനെ വർഷിപ്പ് ചെയ്യാത്തവർ ആൻറ്റി ക്രൈസ്റ്റിനെ അവിടെ ഇരിക്കുമ്പോൾ അറിയാം, അവരെ എല്ലാം മൊബൈലിൽ കൂടി അവൻ കാച്ചും. ഇത് ഒരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ, അറ്റ്ലീസ്റ്റ് 10ാം സ്റ്റാൻഡേർഡ് വരെയെങ്കിലും ഈ മൊബൈൽ ഒഴിവാക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും അവരുടെ ഭാവിക്ക് നല്ലതായിരിക്കും. ഇനി അവരെ റീച്ച് ചെയ്യണം, ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല, പേരൻസ് ദൂരെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്തോ. പക്ഷേ അതിൻ്റെ യൂസ് ഒൺലി ലിമിറ്റഡ് ആക്കി, ഒൺലി ഫോർ കോൾ, അതിനുവേണ്ടി മാത്രമാക്കി വെച്ചില്ലെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഇമ്പാക്റ്റ്. ഭയങ്കര ഇഷ്യൂസ് ലൈഫിൽ ഉണ്ടാക്കുമെന്നുള്ളതിന് 90% 100% ഉറപ്പാണ്. അതുകൊണ്ട് മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യുമ്പോഴേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് അഡിക്ഷൻസ് മൊബൈലിലുണ്ട്. നമ്മുടെ പ്രെയർ റിക്വസ്റ്റിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്ത് ഏകദേശം അതിനകത്ത് 50% പ്രാർത്ഥനയും മൊബൈൽ അഡിക്ഷന് വേണ്ടിയുള്ള. മൊബൈലിൽ നിന്നൊന്ന് രക്ഷിക്കണം. അവൻ പഠിക്കാൻ പറ്റുന്നില്ല, അവന് കോൺസെൻട്രേഷൻ ഇല്ല, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, അവൻ റിബല്യസ് ആണ്, അവന് പൈസ ഒരുപാട് നഷ്ടപ്പെടുന്നു, ഗെയിം കളിക്കുകയാണ്, പൈസ നഷ്ടപ്പെടുന്നു, ഇത് തീരുന്നു, അമ്മയുടെ പൈസ അടിച്ചു മാറ്റുന്നു അക്കൗണ്ടിൽ നിന്ന്, പാസ്വേഡ് അവനറിയാം, കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ്. ലവ് റിലേഷൻഷിപ്പ്, ചാറ്റിങ് എല്ലാം ഇതിനകത്തുനിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇതൊരു വലിയ ഈവിളാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. നിങ്ങളിത് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുക, അതിനകത്ത് റൈറ്റിങ്ങിനകത്ത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിനകത്ത് കമൻ്റ് ഇടുക. ഇനിയും ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഉള്ളത്, 2-3 ലൈന് ഞാൻ പറഞ്ഞു തീർക്കാം. ഹാൻഡിക്യാപ്പ് ചിൽഡ്രൻ, അംഗവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങളും സ്പെഷ്യലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും ചിലപ്പോഴും കുടുംബത്തിൽ ജനിക്കാം. ചില ആളുകൾ പറയും അത് ശാപമാണ് എന്ന്. എന്നാൽ ഞാൻ പറയുന്നത്, ആ കുട്ടി നിങ്ങളുടെ ഭവനത്തിൽ ജനിക്കാനായി ദൈവം സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്ത കുടുംബമാണ് നിങ്ങളുടെ കുടുംബം. കാരണം നിങ്ങൾക്ക് മാത്രമേ ആ കുഞ്ഞിനെ നോക്കാനായിട്ട് പറ്റുള്ളൂ. ആ കുഞ്ഞിന് ജീവൻ വേണമെന്ന് ദൈവം ഉദ്ദേശിച്ചാണ്. അതിനുള്ള റിവാർഡ് ദൈവം നിങ്ങൾക്ക് തരും. ദൈവം തന്ന മുള്ളുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് അതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട്. അല്ലാതെ അതിനെനിക്ക് വേറൊരു ആൻസറും പറയാനായിട്ടില്ല. ഹാൻഡിക്യാപ്പ് ചിൽഡ്രൻ, സ്പെഷ്യലി ചലഞ്ച് ചിൽഡ്രൻ ഇൻ ദ ഹൗസ്. കുടുംബത്തിൽ അങ്ങനെയുള്ള ചില കുഞ്ഞുങ്ങൾ ജനിക്കും, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങനെ അക്വയർ ചെയ്ത് അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ. അത് ദൈവം അറിയാതെ ഒന്നും അല്ല എന്ന് നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് ഭവനത്തിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ കരുതുകയും നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങളെ ഭവനത്തിൽ തന്നിരിക്കുന്ന നിങ്ങൾക്ക് മാത്രമേ അതിനെ നോക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭവനത്തിൽ അത് തന്നത്. വേറെ ഒരു ഭവനത്തിലായാലും അത് നശിച്ചു പോകും. അതുകൊണ്ട് ഹാൻഡിക്യാപ്പ് ചിൽഡ്രനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. ഞാനിന്ന് പറഞ്ഞത് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ഇത് ഞാൻ ആകെ ഒരു പോയിൻ്റാണ് പറഞ്ഞത്. അതുമായിട്ട് ചേർന്നിട്ട് മൊബൈൽ അഡിക്ഷനെ കുറിച്ചും പറഞ്ഞു. എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും. അതിൽ കൂടി അവരെ ഡിസിപ്ലിൻ ചെയ്യുമ്പോഴും അതുപോലെ അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴും അവരുടെ ബിഹേവിയർ ആയിട്ടുള്ള പ്രയാസങ്ങൾ, പ്രോബ്ലങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോഴും അവരെ സ്നേഹിക്കുകയും കരുതുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം.
തീർച്ചയായും ഈ ദിവസങ്ങളിലുള്ള ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഇൻ പേരൻറ്റിങ് ഈ രീതിയിലാണെങ്കിൽ ദൈവം നയിക്കപ്പെടുന്ന, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു കുടുംബമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും തുടർന്ന് നമ്മൾ പൈശാചികമായിട്ടുള്ള അറ്റാക്ക് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചാണ് ഇനി ഒരു 3-4 എപ്പിസോഡുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ്, ഈ തലമുറയ്ക്കുള്ള ഒരു മെസ്സേജാണത്. പ്രത്യേകിച്ച് ചിന്തിക്കണം, അത് നിങ്ങൾ കാണണം, പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, നീ കരുണ കാണിക്കണമേ, സഹായിക്കണമേ. ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങളും പിതാക്കന്മാരും മാതാക്കന്മാരും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലായിരിക്കണമെന്നും ഏത് രീതിയിൽ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണമെന്നും കഴിഞ്ഞ അനേക എപ്പിസോഡിലായിട്ട് ഞങ്ങൾ പഠിച്ചല്ലോ. കർത്താവേ, ഇതൊക്കെ ജസ്റ്റ് ഒരു നോളജ് മാത്രമാകാതെ അത് ജീവിതത്തിലെ പ്രാവർത്തികമാക്കുവാൻ കർത്താവേ നിൻ്റെ ആത്മാവ് തുണയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ കുഞ്ഞുങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ച് ഞങ്ങൾ ബിഹേവിയറൽ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഈ തരണത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്റ്റബോണായി അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ, അതുപോലെ കർത്താവെ പല അഡിക്ഷൻസിലുമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ ഹാൻഡിക്രാപ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഇവയെല്ലാം ഞങ്ങളിതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അതത് ഭവനങ്ങളിൽ വേണ്ടതായിട്ടുള്ള ഡെലിവറൻസ് നീ അയക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ദൃഢമായി ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം കുടുംബങ്ങളെ സെറ്റ് ചെയ്യുവാനായിട്ട് കർത്താവെ നീ കരുണ കാണിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ചേർന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പ്രെയർ റിക്വസ്റ്റ് ഞങ്ങൾ അയച്ചു തരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.